ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പ്രത്യേക ടീം അന്വേഷിക്കണം എന്ന ആവശ്യം ദേവസ്വം ബോർഡ് ഉന്നയിച്ചു, ഗവൺമെന്റും ഉന്നയിച്ചു. അതിൻ്റെ ഭാഗമായി പ്രത്യേക ടീമിന് രൂപം കൊടുത്തു. പ്രത്യേക ടീം സാധാരണഗതിയിൽ സ്റ്റേറ്റാണ് രൂപീകരിക്കുക. എന്നാൽ ഇവിടെ ആ പ്രത്യേക ടീമിനെ പോലീസ് സേനയിലുള്ള നല്ല പ്രാപ്തരായ നല്ല റെക്കോർഡുള്ള ആളുകളെ തെരഞ്ഞു കണ്ടെത്തി രൂപീകരിച്ചത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ റിവ്യൂ നടത്തുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിന് മുന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈക്കോടതിൻ്റെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്. ആ ഡിവിഷൻ ബെഞ്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള പ്രചരണങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം അവിടെ വന്ന ഒരു പെറ്റീഷന്റെ മേലെ അതിശക്തമായ പ്രതികരണം ഈ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തി. എന്താ പറഞ്ഞത്? ഞങ്ങളാണ്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി, ഞങ്ങളാണ് ഈ അന്വേഷണ സംഘത്തെ വെച്ചത്. ഏറ്റവും സത്യസന്ധരായ കഴിവുറ്റ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഞങ്ങളാണ് ഇവരുടെ പ്രവർത്തനം പരിശോധിക്കുന്നത്. കൃത്യമായി പറയുകയാണ്, ഇവർക്ക് കേസിൽപ്പെട്ട പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നോ കിട്ടുന്നില്ലേ എന്നുള്ളത് കേസിൻ്റെ തുടർ നടപടികളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നും ഹൈക്കോടതി പറയുകയാണ്. ചെറിയ ചില പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ ഭാഗമായി മറ്റൊരു ചിത്രീകരണം ഉണ്ടാക്കാനാണ് കോൺഗ്രസും മറ്റും ശ്രമിച്ചത്. അതായത് ചാർജ് ഷീറ്റ് കൊടുക്കാതിരിക്കുക. ചാർജ് ഷീറ്റ് കൊടുക്കാതിരുന്നാൽ 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർക്ക് ജാമ്യം കിട്ടും. ഇവിടെ ആ അവസ്ഥയുണ്ടാക്കുന്നത് ഗവൺമെന്റാണ് എന്ന് വരുത്താനാണ് കോൺഗ്രസും BJP ശ്രമിച്ചത്, UDF ശ്രമിച്ചത്. അതിന് മറുപടി ഹൈക്കോടതി പറയാണ്, ഹൈക്കോടതിൻ്റെ ഡിവിഷൻ ബെഞ്ച് പറയാണ്, ഇതൊരു സാധാരണ കൊലക്കേസല്ല. നിരവധി കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ പ്രതികളായവർക്ക് ജാമ്യം കിട്ടുന്നോ എന്നത് ഒരു പ്രശ്നമേ അല്ല. ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് നല്ല രീതിയിലുള്ള തെളിവുകളാണ് ആവശ്യം. അതിന് കൂടുതൽ സമയമെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോ ഈ പറയുന്ന പ്രത്യേക അന്വേഷക സംഘം അവരുടെ എല്ലാ നടപടികളും ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുക്കാതെ അന്വേഷണം തുറന്നു വരുന്നുണ്ടെങ്കിൽ അതിനടക്കം ഹൈക്കോടതി അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ് പരസ്യമായി ഹൈക്കോടതിയുടെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ ഹൈക്കോടതി വ്യക്തമാക്കി, ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം, ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല. ബാഹ്യശക്തി എന്ന് ഉദ്ദേശിച്ചത് ചിലപ്പോൾ സർക്കാരിനെ കൂടിയായിരിക്കാം. കാരണം പ്രതിപക്ഷം വലിയ തോതിൽ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ട്. ഈ അന്വേഷണ സംഘവുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഗവൺമെൻറ്റോ ഗവൺമെൻറ് വക്താക്കളോ നടത്തുന്നില്ല. അതാണ് അർത്ഥശങ്കക്കിടയില്ലാതെ
ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങളാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്, ഒരു ബാഹ്യശക്തിയും ഇതിലിടപെടുന്നില്ല. അപ്പോ വിഷമാണല്ലോ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നല്ലത് ചർച്ച ചെയ്യാതിരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്കും ഇവരാരും തയ്യാറായില്ല എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക.